സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്ന രൂപത്തിൽ നല്ലവരായ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിന്റെ അഹലുകാരാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം ജുമുഅ എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരു മുഅ്മിൻ ഫർളായി വരേണ്ടതാണ് ജുമുഅ എന്ന് പറയുന്നത്. 4 ആളല്ലാത്തവരെല്ലാവരും ജുമുഅയിൽ എത്തണം എന്നാണ്. യാത്രക്കാരൻ, രോഗി, കുട്ടി, സ്ത്രീ, അല്ലാത്തവരൊക്കെ ജുമുഅയിൽ പങ്കെടുക്കണം. എന്തിനാണ് അവർ ജുമുഅയിൽ വരുന്നത് എന്ന് ആദ്യം ചിന്തിക്കണം. അവിടെ നടക്കുന്ന സാരോപദേശങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ജുമുഅയ്ക്ക് എത്തണം. പള്ളിയിൽ വന്നവർ ജുമുഅയുടെ മുമ്പ് 2 റക്അത്ത് റവാത്തിബ് നമസ്കാരം പോലുമില്ല. എന്നാൽ പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാതെ ഇന്ന് നമ്മുടെ പള്ളിയിൽ വന്നിരുന്ന സഹോദരങ്ങളുണ്ട്. അവര് എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് പള്ളിയിൽ ഇരിക്കേണ്ടത്. ഖതീബ് ജനങ്ങളുടെ മുമ്പിലേക്കും ജനങ്ങൾ ഖതീബിലേക്കുമാണ് നോക്കേണ്ടത്. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, ഖിബ്ലയിലേക്ക്. മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവർ മൊബൈൽ ഓഫാക്കി വെക്കണം. ഇത് സാധാരണ ഒരു ഖുർആൻ ക്ലാസ് അല്ല, ഇതൊരു വിജ്ഞാനവേദിയല്ല, ഇതൊരു ഖുതുബയും ജുമുഅയുമാണ്. വലിയ ശക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ കിതാബ് മുഴുവൻ നിങ്ങൾക്ക് തുറന്ന് വായിച്ചാൽ എത്ര ഗൗരവമുണ്ടെന്ന് വായിക്കും. മഹാനായ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല രേഖപ്പെടുത്തിയ വിശദീകരണത്തിൽ അവിടുത്തെ കിതാബിൽ പറഞ്ഞ വാക്ക് ഇന്നും ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാരാണ്. ഒരാൾ വൈകി വന്നു, ജുമുഅയുടെ ദിവസം ഒരാൾ വൈകി വന്ന് നമസ്കരിക്കുക, 2ാമത്തെ റക്അത്തിന്റെ റുകൂഅ പോലും അയാൾക്ക് ലഭിച്ചില്ല. അത് അത്രയും വൈകിയാണ് അയാൾ എത്തിയതെങ്കിൽ അയാൾ 2 റക്അത്ത് നമസ്കരിച്ചാൽ പോരാ, അയാൾ 4 റക്അത്ത് ളുഹറാക്കി നിസ്കരിക്കണം. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, ആഴ്ചയിൽ ഒരു ദിവസമുള്ള നമ്മുടെ ഈ ഒരു ഒരുമിച്ചു കൂടുക എന്ന ജുമുഅ എന്നത് വലിയ പ്രാധാന്യവും ഗൗരവവും ഏറിയ ഒന്നാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കുക ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അതിന്റെ ഗൗരവം ഇനി വേറെ പറയേണ്ട ആവശ്യമില്ല. മനുഷ്യരെന്ന നിലക്ക് നമ്മൾ ഇടക്കൊന്ന് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിന്റെ വ്യവസ്ഥകളെ പരിശോധിക്കാനും നമ്മുടെ നന്മ തിന്മകളെ പുനഃപരിശോധിക്കാനും കുറ്റങ്ങളില്ലാതെ പരിഹരിക്കപ്പെട്ടൊരു നല്ല ജീവിതത്തിനു വേണ്ടി ഒരുങ്ങാനാണ് ജുമുഅ നമ്മളെ പേടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം രാവിലെ സുബ്ഹിന്റെ സമയത്ത് ഓതുന്ന സൂറത്തു സജദ അർത്ഥം വെച്ച് ഒരു തവണ വായിച്ചു നോക്ക്. വെള്ളിയാഴ്ച ദിവസം ഇമാമ ഓതുന്ന ജുമുഅ സൂറത്തിന്റെയും മുനാഫിഖൂൻ സൂറത്തിന്റെയും അർത്ഥം വായിച്ചു നോക്ക്. പരലോകവും മരണവും ഓർമ്മപ്പെടുത്താത്ത ആയത്തുകൾ അതിലില്ല. മനുഷ്യൻ ആരാണ്? മനുഷ്യൻ ഒരു ദുർബലനായ ജീവിയാണ്. അള്ളാഹു ഏറെ ആദരിച്ചിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്, സംസാരശേഷി നൽകിയിട്ടുണ്ട്, ചിന്തകന്മാരും ഗവേഷകന്മാരൊക്കെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ മനുഷ്യൻ അടിസ്ഥാനപരമായി ദുർബലനാണ്. ഒരു ശ്വാസം നിലച്ചാൽ കഴിഞ്ഞു, ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം സ്റ്റോപ്പായാൽ കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാത്തവനാണ് മനുഷ്യൻ. ഖുലിഖൽ ഇൻസാനു ലഈഫാ. തീർച്ചയായും മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദുർബലനായിക്കൊണ്ടാണ്. ഒരുപാട് ദുർബലതകൾ നമുക്കുണ്ട്. മനുഷ്യനെ അല്ലാഹു തആല ദുനിയാവിലാണ് ജീവിപ്പിക്കുന്നത്. ജീവിതകാലം ദുനിയാവിലാണ് അവന് കൊടുത്തത്. അവന് നന്നാവാനും പരിശോധിക്കാനും ചിന്തിക്കാനും അവന്റെ സുഖാസ്വാദനങ്ങൾക്കെല്ലാം കൊടുത്തത് ഈ ദുനിയാവാണ്. എന്നാൽ ഇവിടുത്തെ ദുനിയാവിനെ പോലും അല്ലാഹ് പറഞ്ഞത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഒരു വഞ്ചനയുടെ വിഭവമല്ലാതെ ഒന്നുമല്ല. വീടിന്റെ പണി കഴിഞ്ഞു, താമസിക്കുന്ന അന്ന് വീടിന്റെ ഉടമസ്ഥൻ മരണപ്പെടുന്നു. വിവാഹത്തിന്റെ അന്നേ ദിവസം വധു ഭർത്താവിന്റെ വീട്ടിലെത്തിയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കും. നമുക്കറിയാം ഈ ദുനിയാവ് മൊത്തം ഒരു വഞ്ചനാ വിഭവമായി സുഖിക്കുമെന്നും ഉഷാറാകുമെന്നൊക്കെ അങ്ങനെ തോന്നും. പക്ഷെ ആസ്വദിക്കാൻ കഴിയില്ല.
മനുഷ്യൻ അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ആയുസ് പോലും അങ്ങനെയാണ്. മുൻകഴിഞ്ഞു പോയ തലമുറകൾക്ക് മനുഷ്യ പ്രവാചക കാലഘട്ടത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിന് 950 കൊല്ലം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവസാനത്തെ ഉമ്മത്താകുന്ന നമ്മളടങ്ങുന്ന ഈ കൗമിന് 950 കിട്ടൂല. നിങ്ങൾ എത്ര നടന്നാലും ഓടിയാലും ഏത് മരുന്ന് ഓടിച്ചാലും. അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസ്സബഈൻ. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലായിരിക്കും. വാഖല്ലുഹും മയജൂസു ദാലിക്. വളരെ കുറഞ്ഞ ആളുകൾ അത് വിട്ടുകിടക്കുന്നവരും കിട്ടിയേക്കാം, അവരത് ഉപയോഗിക്കുക നല്ലപോലെ. അപ്പൊ 50 കഴിഞ്ഞോ ചിന്തിക്കണം, എന്റെ ആയുസിന്റെ 90% കഴിഞ്ഞു, ഇനി 10 കൊല്ലാണ്. നബിതങ്ങൾ പഠിപ്പിച്ച പോലെ 60 കഴിഞ്ഞവൻ 70 പ്രതീക്ഷിക്കണം. 30 കഴിഞ്ഞവൻ എന്റെ പകുതി കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ലോകം. ഇനി ഒരാൾക്ക് 60 കൊല്ലം ജീവിക്കാനുള്ള ആയുസ് തന്നാൽ തന്നെയും ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന കവികൾ പറയാറുണ്ട്, ഇദാ ആശൽ ഫതാ 60 ആമാ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി. 30 കൊല്ലം ജീവിച്ചാല് 60 കൊല്ലം ജീവിച്ചാല് 30 കൊല്ലം രാത്രിയാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി വനിസ്ഫുൻ നിസ്ഫി യദ്ഹബു ലൈസ യദ്രി ലിഗഫലതിഹി യമീനൻ അൻ ശിമാലി. ഇനി 30ന്റെ പകുതി കൂട്ടിക്കോളും, 15 കുട്ടിക്കാലായിരുന്നു. നമ്മള് ട്രൗസർ ഇട്ട് നടന്നിരുന്നൊരു കാലം, വെറും കളിയും പന്തും പിന്നെ അങ്ങനെയുള്ള കുറെ കാട്ടിക്കൂട്ടലുകളൊക്കെ ആയിട്ട് വിവരമില്ലാതെ നടന്ന 15 കൊല്ലം അങ്ങനെ കഴിഞ്ഞു പോയി. ഇനി ലഭിക്കുന്ന ബാക്കി 15 നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. അന്നോ അമാലും വഹിറുസും വശുഗലും ബിൽ മകാസിബി വല്ലയാലി. ജോലി, കുടുംബം, കല്യാണം, വീട്, ബിസിനസ്, സ്വപ്നങ്ങൾ കൊണ്ട് അവനിങ്ങനെ ജീവിക്കാണ്. അവസാനം വബാഖിൽ ഉംരി അസ്ഖാമും വശൈബുൻ. രോഗം, വാർദ്ധക്യം അങ്ങനെ അവസാനിക്കാണ്. നമ്മൾ നമ്മോട് ചോദിക്കണം, ഇതിനിടയിൽ ഞാൻ എന്ത് നേടി? ഈ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ 60-70 കൊല്ലം ലഭിച്ചാൽ ഞാൻ എന്ത് നേടിയിട്ടുണ്ടാകും? ഞാൻ എന്ത് നേടണം? എന്റെ ലക്ഷ്യം എന്താണെന്ന് ഇതിന്റെ ഇടയിൽ നിന്ന് അയാൾ കോർത്തെടുക്കണം. ഈ ദുനിയാവിലെ അവസാനത്തെ ദിവസം അയാളുടെ ജീവിതത്തിൽ ആയുസ്സിന്റെ അവസാനത്തെ ദിവസം, നമ്മൾ പറയും മരണത്തിന്റെ ദിവസമാണ്. അയാളുടെ ആയുസ് തീരുന്ന ദിവസം അയാളുടെ മരണത്തിന്റെ ദിവസമാണ്. കലണ്ടറിനുള്ളിൽ ഒരുപാട് തീയതികളുണ്ട്. ഏതോ ഒരു തീയതി നമ്മുടെ വീട്ടിൽ കെട്ടിത്തൂക്കിയ കലണ്ടറിന്റെ ഉള്ളിലെ തീയതികൾക്കുള്ളിൽ ഒരു തീയതി നമ്മുടെ മരണത്തിന്റെ തീയതിയായിരിക്കും. അതൊരാൾക്കും പ്രവചിക്കാനും പറയാനും പറഞ്ഞുതരാനും കഴിയില്ല. ഉണ്ടെന്ന് സൂചിപ്പിച്ചാൽ എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റും. അവസാനം ആ മരണം കഴിഞ്ഞാൽ പിന്നീട് അവസാനിക്കാത്ത മരണത്തിൽ നിന്ന് പരലോകത്തേക്കൊരു യാത്ര പോകാനുണ്ട്. وَمِنْ وَرَائِهِمْ بَرْزَخٌ إِلَى يَوْمِ يُبْعَثُونَ. മരണശേഷം ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ബർസഖിന്റെ മറയിൽ അവൻ താമസിക്കുകയാണ്, ഖബറിന്റെ ഉള്ളിൽ. നല്ല സ്വാലിഹീങ്ങളായി സൽക്കർമ്മം ചെയ്ത് ചിട്ടയുള്ള ജീവിതം നയിച്ചാൽ ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, 5 ഗുണങ്ങൾ അവന്റെ ഖബറിൽ അവന് നേടാൻ കഴിയും. നല്ല പോലെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അങ്ങനെ അവസാനം മലക്കുകൾ സന്തോഷത്തോടെ ഇവിടുന്ന് കൊണ്ടുപോണ ആത്മാക്കന്മാരുണ്ട്. സ്വർഗത്തിന്റെ ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് മരിക്കുന്നതാണ് അവര് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ. 3 പിടി മണ്ണ് വാരിയിട്ട് ജനങ്ങളെല്ലാം തിരിച്ച് തസ്ബീഹത്തും പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നാൽ ആ ഖബറിനകത്ത് അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞാൽ അഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നല്ലൊരു വിരിപ്പ് കൊണ്ടുവന്ന് അവനെ വിരിക്കാൻ വേണ്ടി അല്ലാഹു ഓർഡർ ഇടും. അവൻക്ക് നല്ല ഒരു വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കാൻ പറ സ്വർഗത്തിൽ നിന്ന്. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് വസ്ത്രം കൊണ്ടുവരാൻ, സ്വർഗത്തിൽ നിന്ന് വിരിപ്പ് കൊണ്ടുവന്ന് വിരിച്ചു കൊടുക്കാൻ പറയും. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നിട്ട് കൊടുക്കാൻ പറയും. രാവിലെയും വൈകുന്നേരവും നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ തുടങ്ങും.
ഫയുഫ്സഹു ലഹു ഫീ ഖബരിഹി, ഖബറിനകത്ത് അവൻ, നമ്മൾ 6 അടി മണ്ണാണ് കൊടുത്തതെങ്കിലും അവൻ അതിനകത്തൊരു വിശാലത അനുഭവിക്കും. വബിശ്റു ബില്ലദീ യസുറുക, സന്തോഷിച്ചോളൂ, സ്വർഗമുണ്ട് സ്വർഗമുണ്ടെന്ന് അങ്ങനെ വന്ന് മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോൾ ആ ആത്മാവ് പറയുന്നുണ്ട്, റബ്ബി അഖിമിസ്സാ, റബ്ബേ പെട്ടെന്ന് ഖിയാമത്ത് നാളാകണേ. അയാൾ അതാ പ്രാർത്ഥിക്കുന്നത്. അത്രക്ക് സുഖമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യമായി മാറാൻ കഴിഞ്ഞാൽ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വരാനിരിക്കുന്ന അറ്റമില്ലാത്ത മരണമില്ലാത്ത ഒരു ലോകത്തേക്ക് സുഗമമായ ഒരു യാത്രയാണ് ദുനിയാവിന്ന് പോകേണ്ടത് എന്ന ലക്ഷ്യമാണ് നമുക്ക് കടന്നു വന്നതെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അല്ല, ഇവിടെ അടിച്ചുപൊളിച്ച് തോന്നിവാസിയായി ധിക്കാരികളായി സർവ്വവിധ ആഘോഷങ്ങളും തോന്നിവാസങ്ങളും ലഹരിയും മദ്യവും കൂത്താട്ടങ്ങളുമായി ജീവിച്ച് നമ്മൾ കെട്ടടങ്ങിയാൽ ആ കൊണ്ടുപോയി വെച്ച മയ്യത്ത് അനുഭവിക്കുന്നത് നരകീയ കാഴ്ചകളായിരിക്കുമെന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇത് ആരുടെയെങ്കിലും തത്വശാസ്ത്ര വാക്കുകളല്ല, വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചു വന്നതാണ്. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും ദുനിയാവിൽ പരലോകം ഉന്നം വെച്ച് ലക്ഷ്യം വെച്ച് പണിയെടുത്താൽ, പ്രാർത്ഥിച്ചാൽ, നിസ്കരിച്ചാൽ, ഇബാദത്തിൽ വന്നാൽ അള്ളാഹു അവനോട് വലിയ നന്ദിയുള്ളവനായിരിക്കും. ഇവിടുത്തെ ലക്ഷ്യം പരലോകമായിരിക്കണം. ആളുകളുടെ സന്തോഷം, ആളുകളുടെ ലൈക്ക്, ആളുകളുടെ കമന്റ്, ആളുകൾക്കിടയിൽ പബ്ലിസിറ്റി, പോപ്പുലാരിറ്റി, രാജാവാകാനുള്ള ശ്രമങ്ങളൊക്കെ ആയി കടന്നുപോയ ദുനിയാവ് കഴിഞ്ഞു പോകും. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. സ്വർഗ്ഗക്കാര് പറയുന്നുണ്ട്, ഞങ്ങൾ അല്ലാഹുവേ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് പണിയെടുത്തത്, ജനങ്ങളുടെ നന്ദി വാക്ക് പ്രതീക്ഷിച്ചിട്ടില്ല, ജനങ്ങളുടെയൊക്കെ ഒരു പ്രത്യുപകാരം എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണമെന്ന് മോഹിച്ചിട്ടില്ല. നമ്മളിപ്പോ ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെയാണോ? നമ്മൾ ചെയ്തത് ഇബാദത്തുകളൊക്കെ അപ്പൊ അങ്ങനെ നമുക്ക് നാളെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്? അല്ലെങ്കിൽ ആകണം എന്നാണ് പഠിപ്പിച്ചതിന്റെ അർത്ഥം. ഏതാണ് നമ്മൾ സ്വപ്നം കാണുന്നത്? അൽ ജന്നത്തു ഫിസ് സമാഇസ് സാബിഅ, സ്വർഗമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ 7-ാം ആകാശത്തിന്റെ മുകളിലാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഫതഹുൽ ഖദീർ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ വിശദീകരണം കൊടുക്കുകയാണ്. വയജഅലുഹു അല്ലാഹു ഹൈസു ശാഅ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതാക്കി മാറ്റും. നമ്മളോട് പറയുന്നത് ആ സ്വർഗത്തിനു വേണ്ടി മോഹിച്ച് പണിയെടുക്കാനാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. നമ്മളെ പണി, നമ്മുടെ ദൗത്യം, നമ്മുടെ ആയുസ്, ആരോഗ്യം, യൗവനം, പ്രസരിപ്പ്, ശരീരം, മൊബൈല്, നമ്മുടെ നെറ്റ് സൗകര്യങ്ങൾ, നമ്മുടെ സംവിധാനങ്ങൾ എല്ലാം പടച്ചോന്റെ അടുത്ത് നിന്ന് എനിക്കൊരു ഗുണം കിട്ടണമെന്ന ചിന്തയിൽ വസാരിഉ, നിങ്ങൾ ധൃതി കാണിക്കണം, ഇലാ മഗ്ഫിറത്തിൻ, പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗത്തിലേക്ക്. അത് കിട്ടാൻ വേണ്ടിയാണ് മോഹിക്കേണ്ടത്. ഏതാണ് ആ സ്വർഗം? അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗമാണ്. ഉഇദ്ദത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ച സ്വർഗമാണ്. ആ സ്വർഗത്തിന് 100 തട്ടുകളുണ്ട്. മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈനസ് സമാഇ വൽ അർള്, ഒരു തട്ടിൽ നിന്ന് അടുത്ത തട്ട് വരെയും ആകാശഭൂമികളോളം വിശാലതയുണ്ടായിരിക്കും. അങ്ങനെ 100 തട്ടുകൾ. കെട്ടുകഥകളല്ല, ഇത് മായാവി കഥകളല്ല. അള്ളാഹുവിന്റെ ഖുർആനിന്റെ വിശദീകരണമായി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരിക്കലും കളവ് പറയാത്ത വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ച നബിയാ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഇടക്കിടക്ക് പറയും, മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ, ദുനിയാവിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച മുത്തഖീങ്ങൾക്കാണ് സ്വർഗത്തിന്റെ വാഗ്ദാനമുള്ളത്. അവിടെ അരുവികളുണ്ട്, പുഴയാറുകളുണ്ട്, തേനാറുകളുണ്ട്, അവന് ശുദ്ധമായ പാനീയങ്ങളുണ്ട്. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, വിഷം പുരളാത്ത, തിന്നാൽ മതി വരാത്ത, കിട്ടിയാലും പൂതി തീരാത്ത ഫലവർഗങ്ങൾ അവനെ കാത്തിരിക്കുന്നുണ്ട്. വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ധാരാളം പാപമോചനം അവനെ കാത്തിരിക്കുന്നുണ്ട്. ഇത് ലക്ഷ്യം വെച്ചാണ് മനുഷ്യൻ അധ്വാനിക്കേണ്ടത് എന്നാ പറഞ്ഞത്.
മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. സൂറത്ത് യൂനുസിന്റെ 26-ാമത്തെ ആയത്തിൽ സൽക്കർമ്മകാരികളായ ആളുകൾക്ക് ഏറ്റവും മികച്ചതെല്ലാം അവിടെയുണ്ട്. വസിയാദ, അധികം എക്സ്ട്രാ ചിലതുമുണ്ട്. ഇമാം നാസിറുസ് സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, എക്സ്ട്രാ ഉണ്ട് എന്ന് പറഞ്ഞാൽ അന്നദറു ഇലാ വജ്ഹില്ലാഹിൽ കരീം, അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്ന ഒരു ദിവസമാണത്. വസമാഉ കലാമിഹി, നേർക്കുനേരെ അള്ളാഹുവിന്റെ ശബ്ദം കേൾക്കാനുള്ള ദിവസമാണത്. ഇത് സ്വർഗക്കാർക്കും മാത്രമുള്ളതാണ്, സ്വർഗാവകാശികൾക്കും മാത്രമുള്ള അവസരമാണ്. അള്ളാനെ നമ്മൾ ആകാശത്തുള്ള ചന്ദ്രൻ, പൂർണ്ണചന്ദ്രനെ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദിവസമാണ്. സഹോദരങ്ങളെ, വഴിയൊന്ന് കൊടുത്താൽ ആളുകൾക്ക് നമസ്കരിക്കാൻ അടുത്തുള്ള വഴിയിൽ സൗകര്യം ചെയ്തു കൊടുക്കുക. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. അല്ലാഹുവിലേക്ക് നോക്കാൻ കഴിയുന്ന ചില മുഖങ്ങളുണ്ട്. എല്ലാവർക്കും തുറന്നിട്ട് കൊടുക്കൂല, സ്വർഗാവകാശികൾക്ക് മാത്രം കിട്ടുന്ന ആനുകൂല്യമാണ്. അത് ഒരുക്കുമ്പോൾ തന്നെ, അത് തയ്യാറാക്കി വെക്കുമ്പോൾ തന്നെ, ഒരു കല്ല് വെള്ളി കൊണ്ടാണെങ്കിൽ വലബിനത്തും മിൻ ദഹബിൻ, ഒരു കല്ല് സ്വർണം കൊണ്ടാണ്, കസ്തൂരി കൊണ്ടാണ് അതിലേക്കുള്ള കൂട്ട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. മുത്തും പവിഴവും കൊത്തിണക്കി വെച്ചാണ് അതിന്റെ അതിന്റെ മണ്ണ്, അതിന്റെ മണല് എന്ന് പറയുന്നത് കുങ്കുമം കൊണ്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. വലിൽ ജഫിൽ ജന്നതി സമാനിയതു അബ്വാബിൻ, സ്വർഗ്ഗത്തിൽ 8 കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവർക്ക്. എന്തു നന്മ? ബഹാബുൽ മുതവക്കിലീൻ, അതിൽ ഒരു കവാടത്തിന്റെ പേര് മുതവക്കിലീങ്ങൾക്കുള്ള ബാബ് എന്നാണ്. അഥവാ തവക്കുല് ശരിക്ക് പാലിക്കുന്നവർക്കുള്ളതാണ് ഒരു കവാടം. ബാബു സ്വലാ, നമസ്കാരത്തിന്റെ വാതിലുണ്ട്. നമസ്കാരം കൃത്യമായി പാലിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു സ്വർഗത്തിന്റെ കവാടമുണ്ട്. ബാബുൽ ജിഹാദി, ജിഹാദിന്റെ ബാബുണ്ട്. ബാബു റയ്യാൻ, നോമ്പുകാർക്കുള്ള വാതിലുണ്ട്. ബാബു സ്വദഖ, ഒരു ദിവസം 5 രൂപയെങ്കിലും 10 രൂപയെങ്കിലും മനസ്സറിഞ്ഞ് സ്വദഖ ചെയ്യുന്ന മനുഷ്യ, നിനക്ക് വേണ്ടി ഒരു കവാടം കാത്തിരിക്കുന്നുണ്ട്. ബാബു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവർക്കുള്ള പ്രത്യേക വാതിൽ ണ്ട്. ബാബു ദിക്രി, ലളിതമായി ആർക്കും പണം ചെലവില്ലാതെ നടത്താൻ പറ്റുന്ന സുന്നത്തായ ദിക്റുകൾ ഉണ്ടല്ലോ, ഇസ്ലാം പഠിപ്പിച്ച ദിക്ർ പാലിക്കുന്നവർക്കുള്ള വാതിലുണ്ട്. 8-ാമത്തെ വാതിൽ ബാബു തായിബീൻ, തൗബ ചെയ്യുന്നവർക്കുള്ള വാതിൽ. പശ്ചാത്തപിച്ച് ഖേദിച്ച് നന്നായി ജീവിക്കുന്നവർക്ക് പ്രത്യേക വാതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരുക്കി വെച്ച സുഖങ്ങളും ആനന്ദങ്ങളും രസങ്ങളൊന്നും ഇവിടെ ഒരാൾക്കും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് ചെറിയ ചെറിയ ഉദാഹരണങ്ങളൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളൂ. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാം ബിമാ കാനൂ യഅമലൂൻ. അവിടെയുള്ള അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, കൺകുളിർമയേകുന്ന ആസ്വാദനങ്ങൾ ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. ചില വിശദീകരണങ്ങളൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളൂ. പൂർണ്ണമായ രൂപത്തിൽ ഒരു മനുഷ്യനും കണ്ടെത്താൻ കഴിയില്ല. സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നന്മകൾ വളരെ കുറഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യനോട് പറയുന്നുണ്ട്, ഈ ദുനിയാവിൽ ജീവിച്ച രാജാക്കന്മാർക്ക് നൽകുന്ന സുഖം നൽകിയാൽ നിനക്ക് ഇഷ്ടാകുമോ? ആ മനുഷ്യൻ പറയും, മതി റബ്ബേ, ഞാൻ ഇഷ്ടപ്പെട്ടു, ഞാൻ തൃപ്തിപ്പെട്ടു. അല്ലാഹു പറയാണ്, ഇല്ല, അതിനേക്കാൾ ഇരട്ടി ഇരട്ടി ഇരട്ടിയുണ്ട് നിനക്ക് ഈ സ്വർഗത്തിൽ. ദുനിയാവിലെ രാജാക്കന്മാർ അനുഭവിക്കുന്നതിനേക്കാൾ സുഖം ഒരു ചെറിയ നന്മയുമായി സ്വർഗത്തിലെത്തുന്ന വ്യക്തിക്കുണ്ട്. നരകത്തുനിന്ന് അവസാനത്തെ ശിക്ഷയും കഴിഞ്ഞ് സ്വർഗത്തിലെത്തുന്ന വ്യക്തിയോട് പറയുന്നത് എന്താ അറിയോ? ഇദ്ഹബ്, ഇനി സ്വർഗത്തിലേക്ക് പോ. ഫദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്ക്. ഫഇന്ന ലക മിസ്ല ദുനിയാ വഅശ്റത അംസാലിഹാ, ഈ ദുനിയാവിലെ 10 ഇരട്ടി, ദുനിയാവും അതിന്റെ 10 ഇരട്ടിയും സുഖങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇതാവട്ടെ നമ്മുടെ ലക്ഷ്യം. ഒരു കാര്യം കൂടെ പറയാം, ഈ സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മുടെ കുടുംബത്തിനെ കരക്ക് കയറ്റണം. പലരും പള്ളികളിൽ സജീവമാണ്, ദീനി രംഗത്തുണ്ട്, ഒരുപാട് പുണ്യം ചെയ്യുന്ന നല്ല നല്ല പുരുഷന്മാരായ മനുഷ്യന്മാരുണ്ട്. അവരുടെ സ്ത്രീ എവിടെയാണ്? അയാളെ ഭാര്യ എവിടെയാണ്? അയാളെ മക്കൾ എവിടെയാണ്? അയാളെ പെൺകുട്ടികൾ എവിടെയാണ്? ശരിക്കും ചിന്തിച്ചു. നമ്മളോട് നമ്മളെ കാര്യം മാത്രം നോക്കണം എന്നല്ല ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ,
സത്യവിശ്വാസികളെ ഖു അൻഫുസകും, നിങ്ങളെ രക്ഷിക്കണം, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും, നാറാ, അളിക്കത്തുന്ന അപ്പുറത്തുള്ള നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ പണിയെടുക്കണം. അവര് രക്ഷപ്പെടണം. നമ്മളും നമ്മുടെ ഭാര്യയും ഉമ്മയും പെങ്ങളും അടങ്ങുന്ന നമ്മുടെ കുടുംബം നരകത്തിന് രക്ഷപ്പെടണം. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തഅ്മുറുഹും ബിത്വാഅത്തില്ലാഹ്, കുടുംബത്തിലുള്ളവരോട് അള്ളാഹനെ അനുസരിക്കാൻ പറയണം. വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സകല ബിദ്അത്തുകളോട്, ശിർക്കിനോട്, ളലാലത്തിനോട് പാടില്ല എന്ന് കുടുംബക്കാരോട് നമ്മൾ പറയേണ്ടത് ബാധ്യതയാണ്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കും, ചിലപ്പോൾ മഹലിൽ നിന്ന് പുറത്താക്കും, ചിലപ്പോൾ നാട്ടുകാർ ബഹിഷ്കരിക്കും. സത്യം തുറന്നു പറയാൻ മടി കാണിക്കരുത് എന്നാണ്. ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അമാ ഇഹ്മാലുൽ ഔലാദി, മക്കളെ കയറൂരി വിടാതെ, മക്കളെ അവഗണിക്കുന്ന പോലെ യാതൊരു നന്മ പഠിപ്പിക്കൂല, തിന്മകൾ പറഞ്ഞ് പഠിപ്പിച്ചത് തെറ്റ് തിരുത്താൻ നോക്കാതെ പോയാൽ മാരകമായ അപകടമായിരിക്കും നിന്റെ കുടുംബത്തിൽ വരിക. അച്ഛനെ കൊന്ന മക്കൾ, തലക്കടിച്ചു കൊന്ന, കഴുത്തറത്ത് കൊന്ന മകൻ ജയിലിൽ. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നമുക്ക് പാഠങ്ങളാണ്. സ്വന്തം അച്ഛനെ അമ്മനെ കൊന്നൊടുക്കുന്ന മനുഷ്യരുള്ള ഒരു നാട് ഇത് വരുന്ന പറഞ്ഞു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നിങ്ങളെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ തഅ്മുറുഹും ബിൽ മഅറൂഫ്, സകല നന്മകളും വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. വൻഹൗ അനിൽ മുൻകരി, തിന്മകളിൽ നിന്നൊക്കെ നിങ്ങൾ തന്നെ തടുക്കണം. വലാ തദഊഹും ഹമല, നിങ്ങൾ അവരെ അവഗണിച്ചു പോകരുത്. അത് ചെയ്യുന്നവര് ചെയ്തോട്ടെ, പറയണവര് പറഞ്ഞോട്ടെ, അവരെന്തോ ചെയ്തോട്ടെ, അങ്ങനെ ആവരുത്, കയറൂരി വിടരുത്. നിന്റെ കുടുംബം നരകത്തിൽ കിടന്ന് വെന്തെരിയുന്ന അവസ്ഥ നാളെ പരലോകത്ത് നീ കാണേണ്ടി വരുമെന്നാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ സ്വർഗം മോഹിച്ചുകൊണ്ട് നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒരു വിചിന്തനം നടത്തി തിന്മകളിൽ നിന്ന് മടങ്ങി നന്മയുടെ വക്താക്കളാകുക. തിന്മകൾക്ക് ചെറിയ ചെറിയ ആസ്വാദനങ്ങൾ ശൈത്താൻ തോന്നിപ്പിക്കും. ഭാവിയിൽ അത് കടുത്ത മാനസിക സംഘർഷങ്ങളിലേക്ക്, ഉറക്കമില്ലായ്മകളിലേക്ക്. ഈ അടുത്തൊരു ദിവസം കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ വിളിച്ചിട്ട്, 21 വയസ്സുകാരനാണ്, അവന്റെ ക്യാമ്പസിലുണ്ടായ ഒരു അഫയറുമായി ബന്ധപ്പെട്ട് അവന് മാസങ്ങളോളം അനുഭവിച്ച പ്രയാസങ്ങൾ, വിഷമങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ഏറെ സങ്കടം തോന്നിപ്പോയി. തിന്മകൾക്ക് ചെറിയ ചെറിയ ആസ്വാദനങ്ങൾ ഇങ്ങനെ തോന്നിപ്പോകും, പക്ഷെ അതിന്റെ അപകടവും പ്രയാസങ്ങളും എത്ര വലുതായിരിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ശർറുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് നമ്മെ സുരക്ഷിതമാക്കി സ്വർഗത്തിന്റെ വാതായനങ്ങളിൽ സന്തോഷത്തോടെ പ്രവേശിക്കുന്ന അഹ്ലുകാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله, أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയ എല്ലാവരോടും വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ 4 കാര്യങ്ങൾ നമുക്ക് വാജിബാണ്. 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. 1, അൽ ഇൽം, അറിവുണ്ടാക്കുക, പഠിക്കുക. ഇത് ബിരുദമുള്ള മുസ്ലിയാക്കന്മാർക്കും മൗലവിമാർക്കും സലഫിമാർക്കും ഉണ്ടാക്കിയ ഒരു തത്വമല്ല. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കുള്ള ഉത്തരവാദിത്തമാണ് അറിവ് പഠിക്കുക. എന്തറിവാണ് പഠിക്കേണ്ടത്? ഞാൻ കോളേജിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ ഡിഗ്രിക്ക് പോകുന്നുണ്ടല്ലോ, ഞാൻ ബിടെക് കഴിഞ്ഞല്ലോ, ആയിക്കോട്ടെ. അറിയേണ്ട പ്രധാനപ്പെട്ടത് മഅരിഫത്തുല്ലാഹ്, അള്ളാഹിനെ കുറിച്ചുള്ള നല്ല ബോധം ഉണ്ടാവണം. വമഅരിഫത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂലിനെ കുറിച്ചുള്ള നല്ല വിവരം ഉണ്ടാവണം. നമ്മുടെ നാട്ടിലെ കുറെ ഷർറുകൾ ഒഴിവാകും. വമഅരിഫത്തുദ്ദീൻ, ദീൻ എന്താന്ന് ശരിക്ക് നീ പഠിക്കണം. ഉലമാക്കന്മാര് പറയാണ്, ഒരു കൗമ് അവർ ഇൽമില്ലാതെ എന്തൊക്കെയോ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വഹും ശാബഹൻ നസാറ, ക്രിസ്ത്യാനികളെ പോലെയാണ്. എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട്,
യാതൊരു ഇൽമില്ലാത്തവന്റെ അവസ്ഥ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരക്കണക്കിന് ഹദീസുകൾ എഴുതി വെച്ചപ്പോൾ അതിൽ ഒന്നാമത്തെ പാഠം ബാബുൽ ഇൽമി ഖബ്ലൽ അമലി, അമലി ചെയ്യുന്നതിന്റെ മുമ്പ് ഇൽമുണ്ടാക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി CRE സംവിധാനങ്ങൾ, മുതിർന്നവർക്ക് വേണ്ടി QHLS സംവിധാനങ്ങൾ, വിജ്ഞാന വേദികൾ, ലേഖനങ്ങൾ, റേഡിയോ സംവിധാനങ്ങൾ, എന്തൊക്കെ അറിവുണ്ടാക്കാനും പഠിക്കാനും ഇന്ന് എത്ര വേദിന്റെ നമ്മുടെ കയ്യിൽ. ആരുടെ കയ്യിലാ ഇന്ന് മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് സംവിധാനം ഇല്ലാത്തത്? ഒരു വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യാൻ, പഠിക്കാൻ, പ്രഭാഷണങ്ങൾ, വീഡിയോസുകൾ, ആയത്തുകൾ, ഹദീസുകൾ സെർച്ച് ചെയ്യാൻ എത്ര സൗകര്യമുള്ള കാലത്തെ നമ്മൾ ജീവിക്കുന്നത്. ഇൽമുണ്ടാവുക, ഇൽമു പഠിക്കുക എന്നത് ഒന്നാമത്തെ നമ്മുടെ വലിയ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കിയാൽ. 2, അൽ അമലു ബിഹി, നമുക്കൊരു ഇൽമു കിട്ടിയാൽ, ഒരു ഖുത്ബക്ക് വന്നാൽ ഒരുപാട് ഇൽമു കിട്ടും, ഒരു ക്ലാസ്സിൽ പോയിരുന്ന ഇൽമു കിട്ടും, 5 മിനിറ്റിന്റെ ഒരു സംസാരം കേട്ടാൽ അതിനൊരു ഇൽമു കിട്ടും. ഒരു ഇൽമു ലഭിച്ചാൽ അത് പ്രവർത്തിക്കാനുള്ളവർ നമ്മുടെ ബാധ്യതയാണ്. നമ്മളത് ചെയ്യണം. റവാത്തിബ് നമസ്കരിച്ചാൽ ഇത്ര പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞ, അപ്പൊ റവാത്തിബ് നമസ്കരിക്കണം. ജീവിതത്തിൽ 8 തവണ ആയത്തുൽ കുർസി ഓരോ ദിവസവും നമുക്ക് സുന്നത്താണ്. ഫർള് നമസ്കാരങ്ങളെ ശേഷം, രാവിലെ, വൈകുന്നേരം, രാത്രി ഉറങ്ങുന്ന സമയത്ത് അത് പറഞ്ഞ് കേട്ടാ പിന്നെ നമ്മളത് ചെയ്തോളണം. അത് സുന്നത്തായി പാലിച്ചു നടക്കണം. ജീവിതത്തിൽ ഒരു ദിവസം ചുരുങ്ങിയത് 14 തവണ നമ്മൾ ഖുൽ റബ്ബിൻ നാസ്, ഖുൽ റബ്ബിൽ ഫലക്ക് ചൊല്ലണം. 5 നേരം നിസ്കാരത്തിന്റെ ശേഷം, രാവിലെ 3, വൈകുന്നേരം 3, ഉറങ്ങുന്നതിന്റെ മുമ്പ് 3. അപ്പൊ ഇതെന്താണ്? നമ്മൾ എന്തിനാ പഠിക്കുന്നത്? എന്തിനാ? ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഉലമാക്കന്മാര് പറയുന്നുണ്ട്, ഒരാൾക്ക് ഇൽമുണ്ടായിട്ട് അയാൾ അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഫഹും ശാബഹൽ യഹൂദ്, ജൂതന്മാരെ പോലെയാണ്. ജൂതന്മാർക്ക് ഇൽമൊക്കെ ഉണ്ട്, ഭയങ്കര ബുദ്ധിയാ, ഭയങ്കര ഇൽമൊക്കെയാണ്. അടുത്ത് ഇസ്ലാമിനെ കുറിച്ചൊക്കെ അവർക്ക് ഭയങ്കര ബോധമുണ്ട്. പക്ഷേ അവർ സമ്മതിക്കില്ലെന്ന് മാത്രമല്ല, അവർ എതിർക്കുകയും നിഷേധിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ ജൂതന്മാരെ പോലെയാകരുത്. അതോടൊപ്പം തന്നെയാണ് ചെറുതും വലുതുമായ ഒട്ടനേകം നന്മ നമുക്ക് ചെയ്യാൻ സാധിക്കും. കുല്ലു മഅറൂഫിൻ സ്വദഖത്തിൻ, എല്ലാ പുണ്യവും നമുക്ക് ധർമ്മമാണ്. കുല്ലു തഹ്മീദത്തിൻ സ്വദഖ, അൽഹംദുലില്ലാഹ് ഉച്ചരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും, സ്വദഖയാണ്. അംറ ബിൽ മഅറൂഫി സ്വദഖത്തിൽ, ഒരു നന്മ കൽപ്പിക്കാൻ പറ്റുമോ? വനഹിയുൻ അനിൽ മുൻകർ, തെറ്റ് കാണുമ്പോൾ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? സ്വദഖയാണ്. വഇമാതത്തുൽ അദാ അനി ത്വരീഖി സ്വദഖത്തുൻ, വഴിയിൽ കിടക്കുന്ന ഒരു മാലിന്യം നീക്കം ചെയ്യൽ സ്വദഖയാണ്, കൂലി കിട്ടുന്ന പുണ്യകർമ്മമാണ്. 3, അദ്ദഅവതു ഇലൈഹി, ഞാനൊരു കാര്യം ഇൽമു തേടി ഞാൻ അത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അദ്ദഅവതു ഇലൈഹി, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ ബാധ്യതയാണ്. ഒരു മെസ്സേജ്, ഒരു വീഡിയോ അള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന, ദീനിനെ പരിചയപ്പെടുത്തുന്ന നമ്മൾ ഇന്ന് വരെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ഫോൺ ലിസ്റ്റിലുള്ള എത്രയോ അമുസ്ലിങ്ങളുണ്ട്, അവർക്ക് എന്താണ് ഇസ്ലാം എന്നൊരു ചുരുങ്ങിയ വാക്ക് നമ്മൾ ഇന്നുവരെ മിണ്ടിയിട്ടുണ്ടോ? തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയി ഇരുന്ന് അയൽവാസിയുടെ അമുസ്ലിമിന്റെ ഭക്ഷണം കഴിച്ചു പോരുമ്പോഴും നമുക്ക് അയാളോട് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ദഅവത്ത് നടത്തൽ നമുക്ക് ബാധ്യതയാ. മൻ ദല്ല അലാ ഖൈർ ഫലഹു അജ്റു മിസ്ലി അജ്രി ഫാഇലി, ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് ചെയ്ത വ്യക്തിന്റെ കൂലിയാണ് അറിയിച്ചു കൊടുത്ത വ്യക്തിക്ക്. മിണ്ടാതെ നടക്കരുത്. അറിയുന്ന ഇൽമുകൾ പ്രചരിപ്പിക്കണം. ബനൂ ഇസ്രായേലുകാരിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം ചെന്ന് കാലങ്ങൾ കഴിഞ്ഞപ്പോ അവരിൽ ഒരുപാട് ശാപങ്ങൾ ഇറങ്ങിയല്ലോ. കാരണം പറയാണ്, കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ ലബിഅസ മാ കാനൂ യഫഅലൂൻ. അവർക്കിടയിൽ ഒരുപാട് ദുരാചാരങ്ങൾ, തിന്മകൾ നടക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും അതിനെ എതിർക്കാൻ മുതിരുന്നില്ല. ചെയ്യുന്നവര് ചെയ്തോട്ടെ, നിങ്ങൾ എന്തിനാ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണത്? ചെയ്യുന്നവര് ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ച് എല്ലാവരും മിണ്ടാതിരുന്നു. അതുകൊണ്ട് അവർക്ക് ശാപം കിട്ടി. അവർ ചെയ്ത മോശം പ്രവർത്തനമാണ് എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് അറിവുള്ളവര്, പഠിക്കുന്നവര്, ബോധമുള്ളവർ തന്റെ ദീനിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ബാധ്യതയാണ്. 4 വസ്സബ്റു അലൽ അദാ, ആദ്യം പറഞ്ഞ 3 കാര്യത്തിലും ക്ഷമിക്കുക. ഇൽമു പഠിക്കണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം. അവിടെ പോയിരിക്കണ്ടേ, കേൾക്കണ്ടേ, എഴുതിയേക്കണ്ടേ, പഠിക്കണ്ടേ. ഒരു അമല് ചെയ്യണമെങ്കിൽ ക്ഷമ വേണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമ്മൾ എത്ര പേര് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലുണ്ടായിരുന്നു? പല ടൗൺ പള്ളികളിലെയും അവസ്ഥയാണ്. ജുമായുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കച്ചവട സ്ഥാപനങ്ങൾ നമുക്ക് ഹലാലാവൂല. നമ്മളെ ജുമാന്റെ ബാങ്ക് വിളിക്ക് ശേഷം കച്ചവടം പാടില്ല, നിരോധിച്ചിരിക്കുന്ന ഇസ്ലാം. അതിന്റെ അർത്ഥം എന്താണ്? ഓരോരുത്തരും തോന്നിയതുപോലെ ജുമാക്ക് വരും, തോന്നുന്ന പോലെ കയറിയിരിക്കും, അവിടെയും ഇവിടെയും പോയിരിക്കും. അങ്ങനെ കുറെ ആൾക്കാർ ഫോണിൽ, നമ്മുടെ പള്ളിയിൽ പൊതുവെ കുറവാണ്. ചില ഇടങ്ങളിലൊക്കെ ചെന്നാൽ ഒരാഴ്ചത്തേക്ക് ഡിലീറ്റ് ആക്കാനുള്ളതൊക്കെ ഡിലീറ്റ് ആക്കലൊക്കെ ജുമാക്ക് വന്നാലാണ്.
ഇതൊന്നല്ല ജുമാ എന്ന് പറഞ്ഞു. അവൻ അവിടെ വന്ന് ഇരുന്ന ഹുത്തുബയെ സാഗൂതൻ ശ്രദ്ധിച്ച് തൻ്റെ കാര്യങ്ങളെ തിരുത്താനുള്ള ശ്രമമാണെന്ന് ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്. നാലാമത് പറഞ്ഞത് സ്വബ്ർ അലല്ലദ, എന്ത് പ്രയാസങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ വന്നാൽ ക്ഷമിക്കുന്നോർക്കാണ് സ്വർഗമെന്ന് മനസ്സിലാക്കുക. 4 കാര്യങ്ങളിൽ ക്ഷമയുണ്ടാവണം. അസ്സബ്റു അലാ തഅത്തില്ലാ, അല്ലാഹനെ അനുസരിക്കുന്ന പുണ്യകാര്യം ചെയ്യുമ്പോൾ ക്ഷമ വേണം. അസ്സബ്റു അൻ മഅസിയത്തില്ലാ, തെറ്റു ചെയ്യാനുള്ള അവസരങ്ങൾ മുമ്പിൽ തുറന്നിടപ്പെടും. പെണ്ണ്, പണം, അധികാരം, തെറ്റിന്റെ വിവിധ സ്റ്റാൻസുകൾ മുമ്പിൽ വരും. ക്ഷമയോടെ നീ പിടിച്ചു നിൽക്കണം. 3 അസ്സബ്റു അലാ ബലാഇല്ല, വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരും, നീ ക്ഷമിക്കണം. അസ്സബ്റു അലാ അഖ്ദാരില്ല, വിവിധങ്ങളായ അള്ളാന്റെ വിധി ഉണ്ടാകും, ആ വിധിയിൽ നീ സംതൃപ്തനാവണം, നീ ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിച്ച് ദീനിന്റെ അഹ്ലുകാരായി ദീൻ ഇഷ്ടപ്പെട്ട് ജീവിച്ച് മരിക്കാൻ പറ്റുന്ന ഒരവസരത്തിലേക്ക് അള്ളാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ സ്വാബിർ സാഹിബിന്റെ മാതാവ് ഇന്ന് രാവിലെ 11 മണിക്കാണ് അവരുടെ ജനാസയുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയത്. അള്ളാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ.